ഹലോ ഫ്രണ്ട്സ്, കൃഷ്ണ സുഹൃത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പാചകമോ ട്രാവലിങ്ങോ ഒന്നുമല്ല, എൻ്റെ ഒരു കലാവിരുന്ന് കാണിക്കാനാണ്. വേറൊന്നുമല്ല, കുറച്ച് പെൻസിൽ ഡ്രോയിങ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് നിർത്തിയതാണ്. ഈ വർഷം ഞാൻ എടുത്തതേ ഇല്ല പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, മനസ്സിലൊന്ന് വന്നു ഇന്ന് ഒരു ഡ്രോയിങ് വരച്ചാൽ എന്താ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാറില്ലയോ എന്നൊക്കെ ചോദിച്ചു. ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പടം വരച്ച് നോക്കാം. അപ്പോൾ എൻ്റെ ഡ്രോയിങ് എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രോയിങ്ങിൻ്റെ ഈ ബുക്ക് വാങ്ങിച്ചതൊക്കെ പിന്നെ കുറച്ച് പടമേ വരച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് മുന്നേ എല്ലാം പേപ്പറിലൊക്കെ ആയിരുന്നു വരയ്ക്കുന്നത് കേട്ടോ, വൈറ്റ് പേപ്പറിലൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഡ്രോയിങ് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ സ്കെച്ച് പാഡ് പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇതിലാണ് ഞാനിപ്പോൾ പടം വരയ്ക്കുന്നത്. ആദ്യം ഞാൻ വരച്ച പടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ ഞാൻ ഇവിടെ ഉത്തരാഖണ്ഡിൽ വന്നിട്ട് വരച്ച പടങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ 2023 വരെ വരച്ചിട്ടുള്ളൂ. 2023 9-ാം മാസം. ഇതൊക്കെ ഞാൻ വരച്ച പടങ്ങളാണ്. ഇത് ഇവിടെ ഉള്ളതാണ്. ഇത് ബാക്കിയെല്ലാം വീട്ടിലാണ്. ഉത്തരാഖണ്ഡിൽ വെച്ച് വരച്ചതും ഒക്കെയാണിത്. ഇത് അതിന് മുന്നേ വരച്ചാണ്. ഇത് 2017 വരച്ച പടമാണത്. പിന്നെ ഉത്തരാഖണ്ഡിൽ വെച്ച് വരച്ചതാണ് ഇതൊക്കെ. ഇതാണ് ഇത് നമ്മുടെ ഡോക്ടർ റോബിൻ ഡ്രോയെ വരച്ചതാണ്. ഫേസൊക്കെ വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്, സ്വന്തമായിട്ടുള്ള വരയായതുകൊണ്ട് സ്വന്തമായിട്ടാണ് വരയ്ക്കുന്നത്. ഫേസൊന്നും അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞുള്ളൂ. പക്ഷേ ചിലതൊക്കെ ശരിയാവും, ചിലത് ശരിയാവത്തില്ല. ഇത് കുറച്ചൊക്കെ സാമ്യമുണ്ട്, എല്ലാവരും പറഞ്ഞു സാമ്യമുണ്ടെന്ന്. ഇത് വേറൊരു ചിത്രമാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് വരച്ചായിരുന്നു കേട്ടോ. ഇത് വേറൊരു ചിത്രമാണ്. ഇത് വേറൊന്ന്. ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ. ഞാൻ കളർ അടിക്കാറില്ല, പക്ഷേ മോക്ക് നിർബന്ധം വരുന്ന കളർ അടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതെല്ലാം കുളമായിപ്പോയി. ഇത് ഞാൻ 2022 വരച്ചതായിരുന്നു. ഇത് വേറൊരു ചിത്രം, ഡ്രാഗൺ. ഇന്ന് ഞാൻ വരയ്ക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഔട്ടർ ലൈൻ വരച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പടമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് വരച്ച് ഇതാണ് ഞാൻ വരച്ചത്. എന്താ ഇതാണ് ഞാൻ വരച്ച പടമേ. വലിയ ചിത്രകാരിയൊന്നുമല്ല. പിന്നെ എനിക്ക് കാണാതെ വരയ്ക്കാൻ അറിയത്തില്ല, കുറച്ചേ അറിയത്തുള്ളൂ. പക്ഷെ കണ്ട് വരയ്ക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. കാർട്ടൂണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാർട്ടൂണാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് ആനിമൽസിനെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വലിയ പൂക്കൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ വരച്ചത്. നമ്മുടെ തത്തമ്മേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ. കേക്ക് ഒരുപാട് വരച്ച എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാം ചെറുതിലേ തൊട്ട് വരയ്ക്കുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിലെല്ലാം. ഇതിൻ്റെ സ്കെച്ച് പാഡാണ് കേട്ടോ, പുതിയ സ്കെച്ച് പാഡ് വാങ്ങിച്ചതായിരുന്നു. ഇതാണിത്. അപ്പോൾ ഇതിനകത്താണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. മറ്റേ പേപ്പറിലായിരുന്നു കേട്ടോ, അത് കാട്ടി ഇപ്പം ഞാൻ ഇതിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.